ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് മലപ്പുറം. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് എൻ്റെ നാട് മലബാർ ഉൾപ്പെടെയുള്ള ഈ കേരളം മുഴുവൻ ഈ നാടിൻ്റെ മതനിരപേക്ഷത നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും അതിനുവേണ്ടി ഏറ്റവും അധികം പ്രയത്നിക്കുകയും ചെയ്തൊരു കുടുംബമാണ് പാണക്കാട് കുടുംബം. ആ പാണക്കാട് കൊടപ്പനക്കൽ തറവാടിനെ ഏതെങ്കിലും തരത്തിലൊരു എന്താ പറയുക മോശപ്പെട്ട രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ചെയ്തു. BJP സംസ്ഥാന പ്രസിഡന്റും അതേ വാചകങ്ങളാണ് ഉദ്ധരിച്ചത്. രണ്ട് പേരും കോപ്പി പേസ്റ്റ് ചെയ്ത പ്രസ്താവനയാണ് മാധ്യമങ്ങൾക്ക് കൊടുത്തത്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർക്ക് രണ്ടുപേർക്ക് എന്താണ് വാസ്തവത്തിൽ പറ്റിയെന്ന്. കാരണം 3.5 കോടി മലയാളികളുടെ മുഖ്യമന്ത്രി വാസ്തവത്തിൽ സന്തോഷിക്കണ്ടേ? പാണക്കാട് കുടുംബം തങ്ങൾ എന്നോട് കാണിച്ചിട്ടുള്ള ഒരു സൗഹാർദ്ദപൂർണ്ണമായിട്ടുള്ള നിലപാടിൽ, ആ സ്വീകരണത്തിൽ വാസ്തവത്തിൽ ഒരു മലയാളികളുടെ മുഖ്യമന്ത്രി നിലയ്ക്ക് അദ്ദേഹം സന്തോഷിക്കല്ലേ വേണ്ടത്? അത് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഒരു സാമൂഹ്യ സമരസതയുടെ, ഒരു സൗഹാർദ്ദത്തിൻ്റെ, ഒരു മതേതരത്വത്തിൻ്റെയൊക്കെ ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു മീറ്റിങ്ങിനെ എന്തിനാണ് ഇത്ര മോശമാക്കി കാണുന്നത്? സുരേന്ദ്രന് താല്പര്യം ഉണ്ടായിരിക്കാം, സുരേന്ദ്രൻ്റേത് വർഗീയ നിലപാടുകളാണ്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രഖ്യാപിത മതേതരവാദി എന്തിനാണ് ഈ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ചെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രസിഡന്റ് ആണ് തങ്ങൾ. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രസിഡന്റിനെ മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാവ് വിമർശിക്കുന്നതിൽ അത്ര വലിയ തെറ്റുണ്ടോ? നോക്കൂ, പാണക്കാട് തങ്ങൾ കുടുംബം, കൊടപ്പനക്കൽ തറവാടും അവർ കേവലം മുസ്ലിം ലീഗ് പാർട്ടിയുടെ ലീഡർ മാത്രമല്ല, അവർ കേരളത്തിലെ വലിയൊരു സമൂഹത്തിൻ്റെ, ഒരു സൊസൈറ്റിയുടെ ആധ്യാത്മിക ലീഡർഷിപ്പ് കൂടി അവർക്കുണ്ട്. മാത്രമല്ല അവരുടെ കോൺട്രിബ്യൂഷൻ, അവരുടെ ഈ കേരളത്തിനെ ഇന്നത്തെ കാണുന്ന കേരളമായി നിലനിർത്തുന്നതിൽ അവരൊരു കോൺട്രിബ്യൂഷൻ, അത് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ പലപ്പോഴും നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം. അങ്ങാടിപ്പുറത്തെ തളി ക്ഷേത്രത്തിൻ്റെ ഗോപുരവാതിൽ കത്തി നശിപ്പിക്കപ്പെട്ട കാലത്ത് അവിടേക്ക് എന്തും സംഭവിക്കാവുന്ന സാഹചര്യത്തിൽ അന്നത്തെ പാണക്കാട് ശിഹാബലി തങ്ങൾ കടന്നു വരികയും അദ്ദേഹം അവിടെ ഒരു സമാധാന ദൂതനായി കടന്നു വരികയും അവിടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു ഇടപെടൽ എത്ര പെട്ടെന്നാണ് ആ പ്രശ്നത്തെ ലഘൂകരിച്ചതും സമാധാനപരമായിട്ട് അന്തരീക്ഷം ഉണ്ടാക്കിയതെന്ന് എനിക്കറിയാം. അതുപോലെ 92 അടക്കമുള്ള സമയങ്ങളിൽ ഒരുപക്ഷെ മുസ്ലിം ലീഗ് ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയൊരു ഘട്ടം കൂടിയാണ്. പക്ഷേ അവർ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഉന്നതമായ മതനിരപേക്ഷ ബോധം കാരണമാണ് കേരളത്തിൽ വലിയ തോതിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന മാറി നിൽക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ എല്ലാ കാലത്തും എല്ലാവരും അക്നോളജ് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോകാനെടുത്ത തീരുമാനം എന്ന് പറയുന്നത് വളരെ കൃത്യമായിരുന്നു. അവിടെ അദ്ദേഹത്തെ കാണാനുള്ള എൻ്റെ ദീർഘകാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം 4 അവിടുത്തെ MLA, മണ്ണാർക്കാട് MLA ഷംസുദ്ദീനും, പെരുന്തോണ MLA നജീബ് കാന്തപുരം, PK ഫിറോസ് അടക്കമുള്ളവർ, മഞ്ചേരി MLA അടക്കമുള്ള എല്ലാവരും, രാജ്യസഭാംഗം ഹാരിസ് അവർ ഉൾപ്പെടെ എല്ലാ ആളുകളും ഉണ്ടായിരുന്നു. അപ്പം അവർ തന്നിട്ടുള്ള സ്വീകരണമൊക്കെ വലിയ സ്വീകരണമാണ് തന്നത്. പക്ഷെ നമുക്ക് വലിയ എന്താ പറയുക ആശ്വാസമായിരുന്നു അത് അവരെ പോയി കണ്ട സമയത്ത് അവർ തന്നിട്ടുള്ള പിന്തുണ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു BJP എന്നൊരാൾ കോൺഗ്രസ്സിലേക്ക് വരുന്ന സമയത്ത് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കാൻ വേണ്ടി CPM ഒക്കെ ശ്രമിക്കും. അപ്പോൾ ആ ആശങ്കയ്ക്ക് ഒരു അടിസ്ഥാനവും ഇല്ലയെന്ന് എനിക്ക് മനസ്സിലായത് അവിടെ കിട്ടിയിട്ട് സ്വീകരണമാണ്. നിങ്ങൾ പിറ്റേ ദിവസം എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള പാണക്കാട് കൊടപ്പനക്കൽ തറവാട് പോയത് കണ്ടു. അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഞാൻ പെരുന്നയിൽ പോയതാരും കണ്ടില്ലല്ലോ. ഞാൻ എപ്പോഴും പോകുന്ന സ്ഥലമാണ് പെരുന്നയിൽ. ഞാൻ ബഹുമാനപ്പെട്ട NSS ജനറൽ സെക്രട്ടറിയുടെ അടുത്ത് എന്നെ ഏറെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ അങ്ങോട്ട് ഏറെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ മിക്കവാറും അത് കൂടെ പാസ് ചെയ്യുമ്പോൾ വൈകുന്നേരം എനിക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ഇല്ലാതെ കയറി പോകാൻ പറ്റുന്ന സ്ഥലമാണ്. ഞാൻ പോയി അദ്ദേഹത്തെ കാണാറുണ്ട്. ഞാൻ അദ്ദേഹത്തോട് കോൺഗ്രസ്സിൽ ചേരുന്ന സമയത്ത് ഫോൺ ചെയ്ത് വിവരം അറിയിച്ചിട്ടാണ് ഞാൻ കോൺഗ്രസ് ചേർന്നത്. അദ്ദേഹം വലിയ സന്തോഷത്തിലാണ് അദ്ദേഹം എന്നെ സ്വീകരിച്ചത്. എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണയും സ്നേഹവും ഒക്കെ അദ്ദേഹം അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ എല്ലാ പിന്തുണയും എനിക്ക് തന്നിട്ടുണ്ട്. അത് എല്ലാ കാലത്തും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ BJP പ്രവർത്തിക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ എല്ലാ പിന്തുണയും സ്നേഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം എന്താ പറയുക, വളരെ സ്നേഹത്തോടു കൂടി എന്നോട് പെരുമാറുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ ഉപദേശങ്ങൾ സ്വീകരിക്കുന്ന ഒരാളാണ്. BJPയുടെ ഒരു TV ചർച്ചകളിലൊരു ഫയർ ബ്രാൻഡ് ഡിബേറ്ററായിരുന്നു സന്ദീപ്. BJPയുടെ പല നിലപാടുകൾ, ന്യൂനപക്ഷ പ്രകടനത്തിനെതിരായ നിലപാട്, അതുപോലെ ലവ് ജിഹാദ്, അതുപോലെ അങ്ങനെ കുറേ ഇഷ്യൂസ്. പിന്നെ 1921 പിന്നെ മാപ്പിള ലഹള ഇഷ്യൂസിൽ ഈ അടുത്ത സമയത്തുണ്ടായ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ, ഇതിലെല്ലാം ശക്തിയുക്തം BJPയുടെ നിലപാട് അവതരിപ്പിച്ച ആളാണ് സന്ദീപ്. അങ്ങനെ ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് വരുമ്പോഴത്തേക്കും അതെങ്ങനെയാണ്? സന്ദീപിന് ഒരുപാട് ഫാൻസ് ഉണ്ട്, അവർക്ക് എങ്ങനെയാണ് അത് ഡൈജസ്റ്റ് ചെയ്യുന്നത്? ഒന്ന്, ഞാൻ BJPയുടെ നിലപാടുകളാണ് പറഞ്ഞത്. ആ നിലപാടുകളെ തള്ളി പറഞ്ഞിട്ടാണ് ഞാൻ കോൺഗ്രസിൻ്റെ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാവുന്നുള്ളത്.
ഞാൻ ഈ ഫാൻ ബേസ് എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയത്തിൽ അങ്ങനെ ഫാൻ ബേസ് ഉണ്ടാവേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ഞാൻ അന്ന് ഉയർത്തിയ കാര്യങ്ങളെ അംഗീകരിക്കുന്ന ആളുകളായിരിക്കാം പിന്തുണച്ചിട്ടുള്ളത്. എനിക്ക് എൻ്റെ ഭാഗത്ത് സംഭവിച്ച പെശക് മനസ്സിലായിട്ടാണ് അത് തിരുത്തിയിട്ട് ഞാൻ കോൺഗ്രസിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ളത്. അപ്പോൾ ധാരാളം പേരെ അത് ഉൾക്കൊണ്ട ആളുകളുണ്ട്. ഞാൻ പറയുന്നത് ശരിയാണെന്ന് ഉൾക്കൊണ്ട ആളുകളുണ്ട്. ഇപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിൻ്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി BJPയുടെ ഭാഗത്തുനിന്ന് ക്യാമ്പയിൻ ഉണ്ടായി. അവർ ക്യാമ്പയിൻ തുടങ്ങുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന ഫോളോവേഴ്സ് 318K 318K ആയിരുന്നു. എൻ്റെ ഫേസ്ബുക്ക് പേജിന് പ്രത്യേകത അത് ഓർഗാനിക് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടായ പേജാണ്. ഒരിക്കലും അത് പേയ്മെൻറ്റ് ഒരു ക്യാമ്പയിൻ നടത്തിയിട്ട് ആളുകളെ കൊണ്ടുവന്ന പേജല്ല. അതുകൊണ്ട് തന്നെ ഇടുന്ന പോസ്റ്റുകൾക്കെല്ലാം നല്ല റീച്ച് ഉള്ളതാണ്. അത് അൺഫോളോ ചെയ്യാൻ ക്യാമ്പയിൻ ഉണ്ടായി. 318K ഉണ്ടായിരുന്നത് 295Kയിലേക്ക് അവരെത്തിച്ചു 2-3 ദിവസം കൊണ്ട്. അത് ഇമ്മീഡിയറ്റ്ലി ബൗൺസ് ബാക്ക് ചെയ്തു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് 328Kയിൽ മാറിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അംഗീകാരമാണ് ഈ നിലപാട് എൻ്റെ പുതിയ സാഹചര്യത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ജനങ്ങളുടെ അംഗീകാരമാണല്ലോ. പൊതുസമൂഹത്തിൻ്റെ അംഗീകാരം എനിക്ക് വർദ്ധിക്കുകയാണ് ചെയ്തത്, കുറയല്ല ചെയ്തത്. ഇപ്പോൾ ഈ ഇതിനെ കുറിച്ചിട്ട് മാപ്പിള കലാപത്തിനെ കുറിച്ചിട്ട് അന്ന് ഒരുപാട് കാര്യങ്ങൾ സന്ദീപ്, അത് BJPയുടെ നിലപാട് മാത്രമാണ്, സന്ദീപിൻ്റെ നിലപാടല്ല എന്നാണ്. ഞാൻ അന്ന് നിലനിന്ന പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തുനിന്നുകൊണ്ട് ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ വായിച്ചിട്ടുള്ള ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ആ പ്രത്യയശാസ്ത്ര ഭാഗമായിട്ടുണ്ടായിട്ടുള്ള നിലപാടുകളാണ്. നമ്മൾ ഏതെങ്കിലും പക്ഷത്ത് നിന്നിട്ട് ചില വായനകൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ചരിത്രത്തെ നമ്മൾ ഒരു പക്ഷത്ത് നിന്ന് വായിക്കുന്ന സമയത്ത് നമുക്ക് ആ പക്ഷത്ത് നിന്ന് മാത്രമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അറിവ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ആ വായനയ്ക്ക് എപ്പോഴും ഒരു മറുപക്ഷത്തു നിന്നുള്ള വായന കൂടി ആവശ്യമുണ്ട്. ഇപ്പം ഞാൻ അത്തരം വായനയിലാണുള്ളത്. എന്താ മറുപക്ഷത്തെ വായന ഞാൻ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഹലാൽ വിഷയത്തിൽ എനിക്ക് മറുപക്ഷത്തു നിന്ന് പ്രതികരിക്കാൻ പറ്റുന്നത്, ലക്ഷദ്വീപ് വിഷയത്തിൽ എനിക്ക് മറുവശത്ത് നിന്ന് പ്രതികരിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണല്ലോ. പുഴു സിനിമയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മമ്മൂട്ടിക്കെതിരെ സംഘപരിവാർ ഹാൻഡിൽ നിന്ന് അറ്റാക്ക് വന്നപ്പോൾ എൻ്റെ വോളിൽ നിങ്ങൾ ഒരു അറ്റാക്ക് പോലും കാണില്ല. ഞാൻ അതിനെ എതിർത്ത ആളാണ്. മമ്മൂട്ടി എന്ന മഹാനടനെ മതത്തിൻ്റെ പേരിൽ അടയാളപ്പെടുത്തേണ്ടതല്ല എന്ന നിലപാടെടുത്ത ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇത്തരം വിഷയങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തിപരമായിട്ട് എടുത്തിട്ടുണ്ട്. അത് മറുപക്ഷത്തു നിന്നുള്ള വായന ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് 1921 ഹിന്ദു വംശഹത്യ ഉണ്ടായിട്ടില്ല എന്നാണ് നോക്കൂ. അന്നത്തെ നിലപാടിലേക്ക് 1921 കലാപം സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ അഭിപ്രായം അന്നത്തെ മലബാർ കോൺഗ്രസ് കമ്മിറ്റി അടക്കമുള്ളവർ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. മഹാത്മാഗാന്ധി ആ വിഷയങ്ങളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് ചരിത്രത്തിൻ്റെ ദശാസന്ധിയിലുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഇന്നത്തെ കാലത്ത് ജനങ്ങളെ പോളറൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് BJPയുടെ ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. അതെനിക്ക് താല്പര്യമില്ല. പക്ഷേ 1921 ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പ്രകടനം നടത്തിയതിനെ കുറിച്ചൊക്കെ സന്ദീപ് സംസാരിച്ചു. അത് BJPയുടെ ഭാഗത്തുനിന്ന് ചരിത്രം വായിക്കുമ്പോഴുള്ള പ്രയാസമാണ്. അതിൽ അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ ഭാഗത്തുനിന്നും പീഡനം അനുഭവിക്കേണ്ടി വന്നവർ അപ്പുറത്തുമുണ്ട് ഇപ്പുറത്തുമുണ്ട്. അതൊക്കെ അവിടെ ഒരു ഡിവൈഡ് ആൻഡ് റൂളിൻ്റെ ഭാഗമായിട്ട് പീഡനം അനുഭവിക്കേണ്ടി വന്ന ഒരു വലിയ വിഭാഗമാണ് മലബാറിലുണ്ടായിരുന്ന വള്ളുവനാട്ടിലും മേർനാട്ടിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ചരിത്രത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു പക്ഷത്തു നിന്നുള്ള വായനയുടെ സമയത്ത് നമുക്ക് പലപ്പോഴും അതാണ് ശരിയെന്ന് തോന്നും. പക്ഷേ കുറച്ചുകൂടി വിശാലമായ രീതിയിൽ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് ഇരുപക്ഷത്തും ശരികളും തെറ്റുകളൊക്കെ കണ്ടെത്താൻ സാധിക്കും. ചരിത്രത്തിൽ പല ശരികളും തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ശരികളും തെറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ കാലത്ത് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും പോളറൈസേഷൻ ഉണ്ടാക്കാനും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ് BJP ചെയ്യുന്ന തെറ്റ്. നോക്കൂ, ഞാൻ ഒരിക്കലുമില്ല. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി വന്നതിന് ശേഷം അനുഭവിക്കുന്ന ഞാനും എൻ്റെ കുടുംബവും അനുഭവിക്കുന്ന വലിയൊരു ആശ്വാസമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ BJP വിടുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കുടുംബത്തെ അടക്കം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഹീനമായിട്ടുള്ള നിന്ദ്യമായിട്ടുള്ള സൈബർ അറ്റാക്കും സോഷ്യൽ മീഡിയ അറ്റാക്കും, എൻ്റെ ഭാര്യയെ അടക്കം ബോഡി ഷെയിം ചെയ്തുകൊണ്ട് 84 വയസ്സുള്ള അച്ഛനെ പോലും വെറുതെ വിടാതെ നടത്തിയിട്ടുള്ള അറ്റാക്കുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് എൻ്റെ കുടുംബവും ഞാനും വളരെ ആശ്വാസത്തിലാണ്. ഒരു കാര്യങ്ങളൊക്കെ കോൺഗ്രസിലുള്ളതാണ്. കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ലീഡേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും സൈബർ അറ്റാക്ക് നടത്തുന്നതൊന്നും ഇല്ലാത്ത കാര്യങ്ങളല്ല. ഞാൻ പറഞ്ഞത് ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത്. എനിക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ പറയാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ഒരു മാസക്കാലത്തോളം ഞാൻ BJP വിടുന്നതിന് മുമ്പ് തന്നെ CPM പാർട്ടി വിട്ടാലാണ് ഇന്നോവ അയക്കുന്നത്. ഇവർ പാർട്ടി വിടുന്നതിന് മുമ്പ് തന്നെ സൈബർ ഇന്നോവ അയച്ച ആളുകളാണ്.